നമ്മുടെ എല്ലാവരുടെയും ലൈഫ് എന്ന് പറഞ്ഞാൽ സക്സസിൻ്റെയും സ്റ്റാറ്റസിൻ്റെയും സാധനങ്ങളുടെയൊക്കെ പുറകെയുള്ളൊരു ഓട്ടപ്പാച്ചിലാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും സന്തോഷത്തിന് വേണ്ടിയാണല്ലേ, എന്നും ഇച്ചിരി സന്തോഷം കിട്ടിയാൽ മതി. പക്ഷെ സന്തോഷം എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷനല്ല. ശരിക്കും ഒത്തിരി നല്ല സീക്രട്ട് ടു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിലുമുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താണ് ഇങ്ങനത്തെ ഒരു ഇൻട്രോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം അത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. യൂസ്ഫുൾ എന്ന് മാത്രമല്ല, എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം അല്ലേ? നമ്മളെപ്പോഴും കുറേ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്ത് അതിൻ്റെ പുറകെയാണ് നമ്മളെല്ലാ ദിവസവും. അപ്പം ആ ഒരു ഓട്ടപ്പാച്ചിലിൽ നമ്മുടെ ചെറിയ മൊമെൻറ്റ്സ്, നമുക്ക് സമാധാനം തരുന്ന, സന്തോഷം തരുന്ന ചെറിയ മൊമെൻറ്റ്സ് നമ്മൾ മറന്നു പോവുകയാണ്, അല്ലാതെ കാണുന്നില്ല. നമ്മളൊന്ന് നിന്ന് അതിനൊന്ന് നോക്കി കണ്ടാൽ നമുക്ക് മനസ്സിലാവും സന്തോഷം നമ്മുടെ തൊട്ടടുത്തുണ്ടെന്ന്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ രാവിലത്തെ ചായയുടെ കാര്യം തന്നെ നോക്കാം. നമ്മൾ ചായ കുടിക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് എങ്ങനെയോ ഒരു കപ്പ് ചായ കുടിച്ച് അങ്ങ് പോകുന്നതിന് പകരം ഒന്ന് റിലാക്സ് ചെയ്ത് ഓരോ സിപ്പും എൻജോയ് ചെയ്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ചായ കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് കുടിക്കുന്ന ആളാണ് ഞാൻ ചായയുടെ ഒപ്പം പേപ്പറും കൂടി വായിക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ കിളികളുടെ ഒച്ച നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ ഇലകളൊക്കെ ഒന്ന് മൂവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സ് നമ്മൾ വാച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു സമാധാനവും സന്തോഷവും കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നമ്മുടെ നേച്ചറിനെ ഒന്ന് നോക്കി കണ്ടാൽ തന്നെയും നമ്മുടെ മൂഡിന് വ്യത്യാസം വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുപോലെ നല്ലൊരു ബുക്ക് വായിക്കുമ്പോഴും നമുക്ക് നല്ല റിലാക്സിങ് ആയിട്ട്, എസ്പെഷ്യലി റീഡിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെറിയ സന്തോഷങ്ങളാണ് ആ ഒരു ബുക്കിലൂടെ നമുക്ക് കിട്ടുന്നത്. ബുക്കിൻ്റെ സമയം എന്ന് പറയുന്നത് ചെറിയ മൊമെൻറ്റ്സിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നുള്ള കാര്യത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ബി പ്രസൻറ്റ്. നമ്മുടെ ഇന്നിൽ ഉണ്ടായിരിക്കുക. നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കി ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് ആ ഒരു നിമിഷത്തിൽ അങ്ങനെ ഡെയിലി നമ്മളൊരു ചെറിയ സമയം അങ്ങനെ മാറ്റി വയ്ക്കണം. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴും എല്ലാം നമ്മളൊന്ന് പ്രസൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയത്തെ ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മൾ കിടക്കുന്നതിന് മുന്നേ അന്ന് കിട്ടിയ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം. നല്ല തണുത്തിരിക്കുമ്പോൾ ഒരു കോസി ബ്ലാങ്കറ്റ് കിട്ടുന്നതാവാം, നല്ലൊരു കട്ടൻ ചായ കുടിക്കുന്നതാവാം, നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയതാവാം, അല്ലെങ്കിൽ നല്ലൊരു മഴ പെയ്തതാവാം. അപ്പോൾ എന്തും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാവുന്ന കാര്യങ്ങളാണ്. അടുത്തതാണ് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒരു ഓട്ടപ്പാച്ചിലാണല്ലേ, അപ്പം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വം ട്രൈ ചെയ്യുക. ഒരു ദിവസത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കുത്തി നിറയ്ക്കാതെ അതങ്ങ് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ തിരക്കൊന്ന് കുറയ്ക്കുക, ഒന്ന് ഡീപ് ബ്രീത്ത് എടുത്ത് ചുറ്റിനും നടക്കുന്ന ഒന്ന് നോട്ടീസ് ചെയ്യുന്നത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹാപ്പനിങ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ ഒരു തരം വെപ്രാളമായിരിക്കും. അപ്പം അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളുടെ സന്തോഷം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ, അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുമ്പം അതിന് കൂടുതൽ മീനിങ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളൊന്ന് ആരെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനായിട്ടൊന്ന് പുറത്ത് പോവുക. ഇതെല്ലാം, ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമുക്ക് സന്തോഷം തരുകയും നമുക്കൊരു ഫുൾഫിൽമെൻറ്റ് ഫീൽ തരുകയും ചെയ്യും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമ്മളുടെ റുട്ടീനിൽ നമ്മളൊരു സന്തോഷം കണ്ടെത്തുക. ചെറിയ ടാസ്കുകൾ, ലൈക്ക് നമ്മളൊരു തുണി ലോണ്ട്രി ചെയ്യുന്നത്, അതും ഒന്ന് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ കുക്കിങ്ങിൽ ഓരോരോ പ്രോസസ്സ് എൻജോയ് ചെയ്യുക.
ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങളാണെങ്കിലും അത് എൻജോയ് ചെയ്ത് സ്ലോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമുക്ക് വേറൊരു ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് ക്ലീനിങ്. നല്ല ക്ലട്ടേർഡ് ആയിട്ടുള്ള മെസ്സി ആയിട്ടുള്ള ഒരു സ്പേസ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അത് കഴിഞ്ഞ് അത് നല്ല നീറ്റായിട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റും ഒരു സമാധാനവും ഒക്കെ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ലേ? എസ്പെഷ്യലി ഹോം മേക്കേഴ്സിന് അത് മനസ്സിലാവും. അപ്പം അത് അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചെറിയ മൊമെൻറ്റ്സും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ പറയാൻ വന്നത്, നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ ഓടിപ്പാഞ്ഞ് എന്തിൻ്റെങ്കിലും പുറകെ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരാവുന്ന ഒന്നല്ല. നമ്മുടെ എവറി ഡേ ലൈഫിലെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് തന്നെ നമുക്ക് ഹാപ്പിനെസ്സിനുള്ള കാര്യങ്ങളാണ് അല്ലേ? സ്ലോ ഡൗൺ ചെയ്യുക, ചെറിയ കാര്യങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുക, നമ്മുടെ കൂടെയുള്ളവരോട് ഒപ്പമായിട്ടിരിക്കുക. അപ്പോൾ നമ്മളൊരു ഡിന്നർ കഴിക്കുമ്പോൾ എല്ലാവരും ഫോണിനകത്താണ്. അതിന് പകരം ആ ഒരു ടൈമിൽ എല്ലാവരും ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് സംസാരിച്ചുകൊണ്ട് ഒരു ഡിന്നർ ടൈം ഉണ്ടാവട്ടെ. അപ്പം നമുക്ക് ഒരു എന്താ പറയുക, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം പറ്റാതെ ഓവർവെൽംഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമല്ല നമുക്ക് സന്തോഷം ഉണ്ടാവുക. ചെറിയ കാര്യങ്ങൾ, അതായത് ഒരു ബേർഡ്സിൻ്റെ എന്താ പറയുക, കിളികളുടെ ഒച്ച കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹഗ് കിട്ടുമ്പോൾ, നമ്മുടെ കുട്ടികളുടെ ചിരി കാണുമ്പോൾ, ഇതെല്ലാം ഏറ്റവും സന്തോഷമുള്ള മൊമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സിമ്പിൾ പ്ലഷേഴ്സ് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് സന്തോഷം തരുന്നത്? അപ്പം എനിക്കതറിയാൻ ഞാൻ നല്ല ക്യൂരിയസാണ്. അപ്പം എന്തായാലും അത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്യൂട്ട് ലിറ്റിൽ തിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഓർക്കുക, അപ്പോൾ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.